450 പരം അഡ്വൈസുകൾ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള അവരുടെ ഗവൺമെന്റ് ജോലി സാധ്യമാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരു എണ്ണമാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞ ഓപ്പറേറ്റർ KWO, ദാറ്റ് മീൻസ് എന്താണ്, കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിൽ നിന്ന് ഇതുവരെ നടന്നിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണമാണ് ഇപ്പോൾ പറയുന്നത്. 464 അഡ്വൈസുകളാണ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം മെക്കാനിക്കലും ഇലക്ട്രിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടിയിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് ഈ വാട്ടർ അതോറിറ്റിയിലെ, കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ആ ലിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. ഇപ്പോഴത്തെ ഒരു കേരള PSC ട്രെൻഡ് അനുസരിച്ച് ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ആ ഒരു ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ച് നമുക്ക് അവരുടെ കൂടെ ഓടി എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്ന ഈ തസ്തികയിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 464ഓളം അഡ്വൈസുകളാണ് അതിൽ പോയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ലിസ്റ്റ് തീരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് 7/2/2026 ആണ്. 2026 ഫെബ്രുവരി 2 എന്ന് പറയുന്ന മാസത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിസ്റ്റ് തീരാൻ പോവുകയാണ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വരാൻ പോകുന്ന വേക്കൻസികളെല്ലാം പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചതിന് ശേഷമായിരിക്കും അതിലേക്ക് PSC കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റിൽ കയറുന്ന ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എല്ലാ വർഷവും. തൊട്ട് മുന്നേ നടന്നിട്ടുള്ള അഡ്വൈസറുകളുടെ എണ്ണം എടുത്തു നോക്കാൻ അറൌണ്ട് ഒരു 1000ഓളം തന്നെ നമുക്ക് അവിടെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാരെല്ലാം ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റുകളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും നമുക്കറിയാം ഇതിന്റെ പ്രൊമോഷൻ തസ്തികയിലേക്ക്, അടുത്ത പ്രൊമോഷനിലേക്ക് വരാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആ ഒരു പ്രപ്പോഷനാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സുവർണ അവസരം നമ്മൾ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന തസ്തിക മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും, അതായത് ഓട്ടോമൊബൈലുള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ്. ITI ഇലക്ട്രിക്കൽ, ITI MMB എന്ന് പറയുന്ന തസ്തികയാണ് ഡയറക്ട്ലി നമ്മൾ വിളിക്കാറുള്ളത്. അതിൽ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന ബിടെക് മെക്കാനിക്കൽ, ബിടെക് ഓട്ടോമൊബൈൽ വരുന്ന ആൾക്കാർക്കും, അതുപോലെ തന്നെ ഡിപ്ലോമ മെക്കാനിക്കൽ ആയാലും ഡിപ്ലോമ ഓട്ടോമൊബൈൽ ആൾക്കാർക്കും ഈ ഒരു എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഡിപ്ലോമ ആയിക്കോട്ടെ ബിടെക് ആയിക്കോട്ടെ അവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചാൻസ് സുവർണ അവസരമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതായിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊരു എക്സാം പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും നമ്മൾ അടിസ്ഥാനമായിട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻറ്റയർലി നോക്കിയാൽ മിക്സഡ് ആയിട്ടുള്ള സ്ട്രീം വരുന്നത് കൊണ്ട് തന്നെ 50-50% തന്നെയാണ് ഇതിന്റെ മാർക്ക് വെയിറ്റേജ് വരുന്നത്. 50% ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും 50% മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണ 2021 നടന്നിട്ടുള്ള എക്സാമിലെ ഡീറ്റെയിൽ സിലബസ് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക്കലും അതുപോലെ തന്നെ മെക്കാനിക്കലുമാണ് 2 സ്ട്രീമുകൾ വരുന്നത്. ആദ്യത്തെ 50 മാർക്ക് വരുന്നുണ്ടാവുക ഇലക്ട്രിക്കൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് നോക്കിയാൽ നമുക്കൊരു 10 മൊഡ്യൂൾ ആയിട്ടാണ് സിലബസ് കാണുന്നത്. 10 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക് വീതം ടോട്ടൽ 50 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിയാൽ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ITI ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏറ്റവും ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത ഒരാൾക്ക് മാത്രമായിരുന്നു ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഡീറ്റെയിൽ സിലബസിലേക്ക് പോകാൻ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ വോൾട്ടേജ് എന്താണെന്നും കറണ്ട് എന്താണെന്നും റെസിസ്റ്റൻസ് എന്താണെന്നും അതിന്റെ എനർജിയും പവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നതെങ്കിൽ, രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. അതിലും 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിലും 5 മാർക്ക് തന്നെയായിരുന്നു വെയിറ്റേജ് വന്നിട്ടുണ്ടായിരുന്നത്.
കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനിയിപ്പോ ഒരു ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, അതുപോലെ മെക്കാനിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്കും ഈ രണ്ട് മൊഡ്യൂളും വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. ദെൻ മൊഡ്യൂൾ 3ലേക്ക് പോയ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ് ഇവിടെ വരുന്നത്. അതിന്റെ ഏറ്റവും നോക്കിയാൽ AC വോൾട്ടേജിന് ജനറേഷനും തൊട്ട് കാര്യങ്ങൾ തൊട്ട് അതിന് ബേസിക് ടേംസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 4ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് മെഷർമെന്റ്സും മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിനും 5 മാർക്ക് തന്നെയാണ് വരുന്നത്. ഓരോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും അതിന്റെ പ്രത്യേകതകളും എല്ലാം ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ദെൻ അടുത്തത് നമുക്ക് മൊഡ്യൂൾ 5ലേക്ക് പോയാല് സേഫ്റ്റിയും ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 6ലേക്ക് പോകുമ്പോൾ അവിടെ വയറിനായിട്ട് യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അവിടെയും നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. 7ാമത്തെ മൊഡ്യൂളിലേക്കും 8ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അത് മെഷീൻസിലേക്കാണ് വരുന്നത്. 7ാമത്തെ മൊഡ്യൂള് DC മെഷീൻസും 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്നത് AC മെഷീൻസുമാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, കമ്പാരിറ്റീവ്ലി നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ടഫായിട്ട് വരുന്ന മൊഡ്യൂളാണ് ഈ പറയുന്ന DC മെഷീൻസും AC മെഷീൻസും. കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ AC മെഷീൻസിൽ പഠിക്കാനായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അവിടെയും 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നോക്കണം. ദെൻ നമുക്ക് വരുന്നത് മൊഡ്യൂൾ 9ഉം മൊഡ്യൂൾ 10ഉമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. റാങ്ക് മേക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു മൊഡ്യൂളിലായി. കാര്യം പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ആയിട്ടുള്ള ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സുമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതായത് നമുക്കിവിടെ ഗേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻ ഗേറ്റ്, നോർ ഗേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ വളരെ വളരെ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന 5 മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് മേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് പവർ ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയും കുറേയധികം ടേംസുകൾ നമുക്ക് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടൊന്ന് ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. 5 മാർക്കാണ്. ഈ 5 മാർക്കും ക്രൂഷ്യലാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇത് കഴിയുന്നതോടുകൂടി ഇലക്ട്രിക്കലിലെ പോർഷൻസ് തീരുകയാണ്. ദെൻ അടുത്ത് നമുക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെഷനിലേക്ക് പോവുകയാണ്. ഓട്ടോമൊബൈലിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് 5 മൊഡ്യൂളാണ് കാണാൻ സാധിക്കുക. നേരത്തെ 10 മൊഡ്യൂളായിരുന്നു ഇലക്ട്രിക്കൽ എങ്കിൽ ഇവിടെ 5 മൊഡ്യൂൾ വരുന്നു. 5 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 10 മാർക്ക് വീതമുള്ള 5 മൊഡ്യൂളാണ് വരുന്നത്. ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ആ വെയിറ്റേജ് അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പമ്പും ഫാസ്റ്റനിങ്സുമാണ്. ദാറ്റ് മീൻസ് പമ്പ് എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പമ്പ് ഓപ്പറേറ്റർ ആണ് നമ്മൾ പോസ്റ്റ് വരില്ലേ, പമ്പ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി വരുന്ന സമയത്ത് അവിടുത്തെ നോക്കി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള പമ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ മെയിന്റനൻസും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പമ്പിന്റെ ഇൻഡസ്ട്രി, ദാറ്റ് മീൻസ് ഇന്ത്യയിൽ വരുന്ന ഇൻഡസ്ട്രീന്റെ കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് പറഞ്ഞു വെക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പുകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും അതിന്റെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. ദെൻ അടുത്ത് ഫാസ്റ്റനേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്, ആ ഓരോ ടൈപ്പുകളുടെയും പ്രത്യേകത എന്തെല്ലാമാണ്, അതുമായി റിലേറ്റ് ചെയ്തുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറെ അധികം വാല്യൂസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടതായിട്ട്, ആ വാല്യൂസ് ഒക്കെയാണ് ഇവിടെ റാങ്ക് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ രീതിയിലായിരിക്കും അവിടുന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നത്. then അടുത്ത് നമുക്ക് ഷീറ്റ് മെറ്റലിലേക്കാണ് വരുന്നത്. ഷീറ്റ് മെറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേരിയസ് കോമൺ യൂസ് ചെയ്യുന്ന മെറ്റൽ ഷീറ്റുകൾ ഏതൊക്കെയാണ് അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ 3 പാർട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ സാധ്യത ഉണ്ടാവുക ഈ പമ്പ് എന്ന് പറയുന്ന പാർട്ടിൽ തന്നെയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ബാക്കിയുള്ള പാട്ടുകൾ നോക്കി ആ രീതിയിൽ നോക്കി വെച്ചാൽ മതി, പക്ഷേ പമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കുക. ദെൻ അടുത്തത് 2ാമത്തെ മോഡലിലേക്ക് പോയാൽ IC എഞ്ചിൻസ് ആണ്. നോർമലി നമ്മൾ IC എഞ്ചിൻസ് പഠിക്കുമ്പോൾ അവിടെ അതിന്റെ വർക്കിംഗുമായി റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് തീർക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക അല്ലെ. പക്ഷേ ഇവിടുന്ന്
നമ്മൾ ITI ലെവലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എഞ്ചിൻ എന്താണെന്നും എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കമ്പോണൻസുകളും അതിന്റെ മെയിൻ്റെനൻസും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കി എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് 10 മാർക്കാണ് വരിക. ഈ 10 മാർക്ക് തന്നെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ഒരു CI എഞ്ചിനും അതുപോലെ തന്നെ SI എഞ്ചിനും അത് തമ്മിലുള്ള ഡിഫറൻസ്, 4 സ്ട്രോക്കും 2 സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ്, ആ കാര്യങ്ങൾ നമുക്ക് ഓട്ടോ സൈക്കിൾ എന്താണ്, ഡീസൽ സൈക്കിൾ എന്താണെന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിംഗ് മെത്തേഡും ഡീസൽ എഞ്ചിൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവിടെ നമ്മൾ എഞ്ചിന് വരുന്ന എഞ്ചിന്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിന്റെ ഫ്യൂവൽ ടാങ്കും ആ ലീക്ക് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ലൈനിൽ നോക്കിയ ആ രീതിയിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. എഞ്ചിന്റെ ഇൻഡെപ്തിലേക്ക് നമ്മൾ ഇവിടുന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് 10 മാർക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടും. ആ കിട്ടുന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ട് കിട്ടുകയും വേണം. അതിൽ കൂടുതൽ നമുക്ക് ഇവിടുന്ന് വരുന്ന ഡെപ്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുത്താൽ ഇവിടുത്തെ 10 മാർക്ക് നമുക്ക് ഷുവറായിട്ട് കിട്ടും. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന കാര്യമാണ്. കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ആണ് വരുന്നത്, 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഓൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു 60% അല്ലെങ്കിൽ 60 മാർക്കിന്റെ വെയിറ്റേജ് അവിടെ നമുക്ക് കിട്ടും. കാര്യം എന്ന് പറയുന്നത് മെക്കാനിക്കൽ തന്നെ അവിടെ ബേസിക് ഇലക്ട്രിസിറ്റി വരുന്നതുകൊണ്ട് ആ 10 മാർക്ക് രണ്ട് സ്ട്രീമിലെ ആൾക്കാർക്കും ഒരേപോലെ തന്നെ അഡ്വാൻറ്റേജ് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ഓൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു എഡ്ജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ മെക്ക് കഴിഞ്ഞ ആൾക്കാർക്കും ഈസി ആയിട്ട് അത് കിട്ടും. കാര്യം നമുക്ക് ഇലക്ട്രിസിറ്റിന്റെ പ്രിൻസിപ്പിളും അതുമായി റിലേറ്റഡ് വരുന്ന ഓംസോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് 4ാമത്തെ മോഡലിലേക്ക് പോയാൽ പവർ ട്രാൻസ്മിഷൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഏതെല്ലാമാണ്, ഏതൊക്കെ രീതിയിലാണ് അവിടെ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് തന്നെയാണ് ഇവിടെ നിന്ന് വരുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ 5ാമത്തെ മോഡലിലേക്ക് പോയാൽ അവിടെ ഫ്ലൂയിഡിന്റെ വാൽവുകളാണ്. ഇവിടെ നമ്മൾ വർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അവിടെ നിന്ന് അറിയാം പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് വാൽവുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ വാൽവുകൾ ഓരോന്നും എന്താണെന്നും ഓരോ ടൈപ്പിന് പ്രത്യേകത എന്തെല്ലാമാണെന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവിടെ ഗിയർ പമ്പ് എന്താണെന്നും അത് ഏതൊക്കെ ടൈപ്പ് ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെ ഉണ്ടാവുക, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതും ഡയറക്ഷൻ കൺട്രോൾ വാൽവ് എന്താണെന്ന് പറയുന്നത് എന്താണെന്നും അതുപോലെ തന്നെ 2x2 3x2 4x2 4x3 വേ വാൽവുകൾ ഏതൊക്കെയാണുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫ്ലൂയിഡിന്റെ വാൽവുകൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 5 മൊഡ്യൂള് 50 മാർക്കാണ് വരുന്നുണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓൾ ടോട്ടൽ 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാ എക്സാമിനും എല്ലാ പോലെ തന്നെയാണ് ഉണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഇത്രയും അധികം വേക്കൻസികൾ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. വേക്കൻസികൾക്കാർ നോക്കി എത്രയും അഡ്വൈസുകൾ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നമുക്കറിയാം അത്രയും അഡ്വൈസുകൾ വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേക്കൻസികൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വേക്കൻസികൾ വരുന്നത്, ആ രീതിയിൽ അഡ്വൈസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സ്വപ്ന ജോലി 2026 ഈ നോട്ടിഫിക്കേഷൻ വരാൻ, അല്ലെങ്കിൽ ഈ ഒരു 2025 എൻഡിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും ഇതിന്റെ എക്സാംസ് നമുക്കറിയാം. ഇപ്പോൾ PSC വളരെ സ്പീഡായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് അവിടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതും ആ വരുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എക്സാം ഷെഡ്യൂൾ ചെയ്യുന്നതും ആ ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് എക്സാം നടത്തിക്കൊണ്ട് അതിന് ഷോർട്ട് ലിസ്റ്റുകളും അതിന് റാങ്ക് ലിസ്റ്റുകളും ഒക്കെ കൃത്യസമയങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ PSC നമുക്ക് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പോൾ ആ രീതിയിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2026 തന്നെ അതിന് ഷോർട്ട് ലിസ്റ്റ് വരാനും അതിന് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അപ്പൊ 2026 നമ്മൾ ഈ പറയുന്ന 2025 നോക്കി ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരുപാട് എക്സാംസുകളൊക്കെ അപ്പിയർ ചെയ്തു ഇതുവരെ നമുക്ക് എവിടെയും എത്താൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും ആ രീതിയിൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഇന്റൻസീവ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഇൻഡെപ്തിൽ പഠിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി സൈലന്റ് ടെക്നിക്കല് വളരെ ഇന്റൻസീവ് ആയിട്ട്
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുക എന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചർ ചെയ്ത കോഴ്സിന്റെ നമുക്ക് ഈ ഫീസാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് 2 രീതിയിലുള്ള സ്ട്രീമുകൾ വരുന്നത് കൊണ്ട് തന്നെ വളരെ വളരെ കുറഞ്ഞ രീതിയിൽ എല്ലാ കേരളത്തിൽ തന്നെ അഫോർഡബിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമാക്കുക എന്നതാണ് സൈലന്റ് ടെക്നിക്കൽ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. 3,999 മാത്രമാണ് ഈ ഒരു ഫീസ് വരുന്നത്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇനി വരാനിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഇന്റൻസീവ് ആയിട്ട് ഓൾറെഡി നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഫുൾ സിലബസ് എല്ലാം കവർ ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏതൊരു എക്സാം ആണെങ്കിലും ഏത് ലെവലിൽ എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ ആ വർക്ക്ഔട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് എവിടെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അപ്പിയർ ചെയ്ത് ഒരുപാട് ടോപ്പിക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് സബ്ജക്ട് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് ഒരു റാങ്കിലേക്ക് ഹയർ റാങ്കിലേക്ക് ഉറപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് അത്രയും ആ രീതി തന്നെയാണ് ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫീസ് കൃത്യമായിട്ട് ഓർത്ത് 3,999 മാത്രമാണ് ഈ ഒരു ഫീസ് വരുന്നത്. ഈ ഒരു കോഴ്സ് ലോഞ്ച് ആവാൻ പോകുന്നത് 19th മെയ് മാസമാണ്. ഈ വരുന്ന 19th ഈ ഒരു കോഴ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു 19th ആ ഡേറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. സൈലം ടെക്നിക്കലിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ രീതിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒട്ടും വൈകാതെ നിങ്ങളൊരു ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു കോഴ്സ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് എല്ലാവരും നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.